കലയും സംസ്കാരം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതവും കേരളം എന്ന കൊച്ചു സംസ്ഥാനവും. മോഹിനിയാട്ടം എന്ന കേരളീയരുടെ കലാരൂപവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും കലകളെ നെഞ്ചോട് ചേർക്കുന്നവരാണ് നമ്മൾ കേരളീയർ. ചിത്രസങ്കല്പങ്ങൾക്ക് പുതുമ നൽകി അതിലൂടെ കേരളീയരുടെ സംസ്കാരത്തെ തന്നെ വരച്ചു കാണിച്ചയാളാണ് രാജാ രവിവർമ്മ. വരച്ചു കൂട്ടിയതെല്ലാം ജീവൻ തുടിക്കുന്ന രൂപങ്ങൾ, സ്ത്രീ സൗന്ദര്യത്തെ തന്റെ വരകളിലൂടെ കാണിച്ചു തന്ന മനുഷ്യൻ, പലപ്പോഴും വിവാദങ്ങളിൽ കുരുങ്ങിപ്പോയ കലാകാരൻ, ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും വേലിക്കെട്ടുകൾക്കിടയിൽ പലപ്പോഴും കലാസ്വാതന്ത്ര്യം ഏറ്റെടുത്ത കലാകാരൻ. എങ്ങനെയായിരുന്നു ആ കാലഘട്ടം രവിവർമ്മ ചിത്രങ്ങളെ സ്വാധീനിച്ചത്? എന്തായിരുന്നു വിവാദങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്ന പേരിലാണ് രാജാ രവിവർമ്മയെ അറിയപ്പെട്ടിരുന്നത്. ചിത്രകാരന്മാർക്കിടയിലെ രാജാവ്. ആരാധകർ മാത്രമായിരുന്നില്ല രവിവർമ്മ ചിത്രങ്ങൾക്കുണ്ടായിരുന്നത്. കോടതിയും നിയമങ്ങളുമായ നിരവധി വിവാദങ്ങളും ഈ ചിത്രങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാധാരണക്കാർ വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലൂടെയുള്ള വേഷവിധാനത്തിലൂടെ കേരളീയ സംസ്കാരത്തെയും നമ്മുടെ സാംസ്കാരിക ഉന്നമനത്തിനും വഴിതെളിച്ച വ്യക്തിയായിരുന്നു രവിവർമ്മ. രവിവർമ്മയുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾക്ക് ഇന്നും പത്തരമാറ്റിന്റെ അഴകാണ്. ആരുമൊന്ന് നോക്കിപ്പോകുന്ന മനോഹരമായ ചിത്രങ്ങൾ. ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെയും ഉമാ അംബഭായി തമ്പുരാട്ടിയുടെയും പുത്രനായി 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ പുരാണ കഥകളോടായിരുന്നു രവിവർമ്മയ്ക്ക് താല്പര്യം. 2-3 വയസ്സായപ്പോഴേക്കും ഭിത്തികൾ മുഴുവൻ ചിത്രങ്ങളാൽ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരിയും കലാവാസനയുള്ളൊരു ചിത്രകാരിയായിരുന്നു. ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യത്തെ കരിക്കട്ട കൊണ്ട് വരച്ചു തീർക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു. കറുത്ത വരകളിൽ നിറഞ്ഞ ചിത്രത്തിന്റെ തനിമ കണ്ടറിഞ്ഞ മാതുലനും സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ആസ്ഥാന ചിത്രകാരനുമായിരുന്ന രാജരാജവർമ്മ കൊച്ചുവർമ്മയിലെ ഈ പ്രതിഭയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചിത്രകല പഠിപ്പിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ രാജരാജവർമ്മ പകുതിക്ക് വരച്ചിട്ട് പോയ ചിത്രത്തെ അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ തന്നെ രവിവർമ്മ പൂർത്തിയാക്കി. തുടർന്ന് അദ്ദേഹത്തിനൊപ്പം തിരുവിതാംകൂർ ഭരണാധികാരിയായ ആയില്യം തിരുനാളിനെ കാണാനായി അദ്ദേഹം പോയി. അന്ന് വെറും 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന രവിവർമ്മയുടെ ചിത്രങ്ങൾ കണ്ട സന്തുഷ്ടനായ മഹാരാജാവ് തിരുവനന്തപുരത്ത് നിന്ന് ചിത്രകലയും എണ്ണച്ചായ ചിത്രങ്ങൾ പുതുതായി പഠിക്കുവാനും രവിവർമ്മയോട് നിർദ്ദേശിച്ചു. തുടർന്ന് മൂടത്തമഠത്തിൽ താമസിച്ച് അദ്ദേഹം പഠനം ആരംഭിച്ചു. തഞ്ചാവൂരിൽ നിന്നെത്തിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ രവിവർമ്മ തന്റെ ആദ്യ പാഠങ്ങളാക്കി. ചിത്രകല മാത്രമല്ല, കഥകളി സംഗീതത്തിലും കച്ചകെട്ടി ആടുന്നതിലുമൊക്കെ കഴിവ് തെളിച്ച ആളാണ് രവിവർമ്മ. അദ്ദേഹം എണ്ണച്ചായയിൽ വരച്ച ബക്കിംഗ്ഹാം പ്രഭുവിന്റെ ചിത്രം മദ്രാസ് ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തതോടെ രവിവർമ്മ പ്രശസ്തിയിലേക്ക് ഉയർന്നു. കടുത്ത ദൈവഭക്തനായിരുന്നെങ്കിലും തീണ്ടലും തൊഴിലുമൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. 1871 മഹാരാജാവിൽ നിന്നും അദ്ദേഹത്തിന് വീരശൃംഖല ലഭിക്കുകയും ആസ്ഥാന ചിത്രകാരനായി അറിയപ്പെടുകയും ചെയ്തു. 1873 നടന്ന കലാപ്രദർശനത്തിൽ പല യൂറോപ്യൻ ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളെയും പിന്തള്ളി രവിവർമ്മയുടെ മുല്ലപ്പൂ ചൂടിയ നായർ വനിതയ്ക്ക് 1ാം സമ്മാനമായ സുവർണ മുദ്ര കൂടി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി കടൽ കടന്നും പറക്കാൻ തുടങ്ങി. ഇതോടെ ഇന്ത്യയിലെയും വിദേശത്തെയും പത്രങ്ങൾ രവിവർമ്മയുടെ പ്രസിദ്ധി ഏറ്റെടുത്തു. ശകുന്തളയുടെ പ്രേമലേഖനം എന്ന തന്റെ ചിത്രം ചിത്രകലയിലെ വിസ്മയം എന്ന് വാഴ്ത്തപ്പെട്ടു. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ച് അത് എല്ലാവരിലും എത്തിച്ചെന്നും നഗ്നരൂപം വരച്ചെന്നും തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിന് നേരെ വന്നത്. രാജാ രവിവർമ്മയുടെ കൈകൾ ഒരു അനീതിക്ക് മുന്നിലും തളരാതെ കലയെ നെഞ്ചോട് ചേർത്ത് നിന്നു. എങ്കിലും രാജാ രവിവർമ്മയുടെ കൈകൾ ഒരു അനീതിക്ക് മുന്നിലും തളരാതെ കലയെ നെഞ്ചോട് ചേർത്ത് നിന്നു. ചിത്രകാരൻ എന്നതിലുപരി നവോത്ഥാന നായകനായി അരങ്ങുവാഴിയ രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ഇന്നും വലിയ പ്രചാരമാണുള്ളത്.